ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ പ്രിയങ്കയെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ട്. പ്രിയങ്ക എന്തുകൊണ്ട് കല്യാണ കാര്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കൽപ്പന അപ്പോൾ പറയുന്നു, അവരുടെ വീട്ടുകാർ എന്ത് വിചാരിക്കും, നമ്മളെ കുറിച്ച് എന്തൊക്കെ കരുതും, നമ്മൾ മനഃപൂർവ്വം ചെല്ലാത്തതായിട്ടല്ലേ കരുതത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. പ്രിയങ്ക അപ്പോൾ പറയുന്നുണ്ട്, എല്ലാവരും ഒരുമിച്ച് പുറത്തു പോയതല്ലേ, ഏട്ടന്റെ ഏട്ടത്തിയുടെ ജീവിതത്തിലാണെങ്കിൽ കുറച്ച് മാറ്റങ്ങളും ഉണ്ടായി, അവരുടെ ജീവിതത്തിലെ സന്തോഷം ഇല്ലാതാക്കണ്ടെന്ന് കരുതിയിട്ടാണെന്നൊക്കെ പറയുന്നു. മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും പ്രിയങ്ക ചെയ്തത് തെറ്റാണ്, പക്ഷെ അവളുടെ മനസ്സിൽ ഒരു നല്ല ഉദ്ദേശവും ഉണ്ടായിരുന്നു. എന്തായാലും സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ പോകാമെന്നൊക്കെ പറയുന്നു. പ്രിയങ്ക ഉർവശി ഞാൻ വരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട്, ആരൊക്കെ വരുന്നോ ഇല്ലയോ, എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ പോകാമെന്ന് പറയുന്നു. ശേഷം കാണിക്കുന്നത് അമ്പലത്തിന്റെ അവിടേക്ക് രാധികയും അച്ഛനും അമ്മയും മുത്തശ്ശിയും എല്ലാം വരികയാണ്. തിരുമേനി പറയുന്നുണ്ട്, നിങ്ങൾ വന്നേക്ക്, ഞാൻ അങ്ങോട്ട് പോകട്ടെ എന്ന് പറഞ്ഞ് തിരുമേനി അകത്തേക്ക് പോകുന്നു. രാധികയുടെ അടുത്തേക്ക് നന്ദൂട്ടൻ വരുന്നുണ്ട്. നന്ദൂട്ടൻ എല്ലാവരോടുമായിട്ട് ചോദിക്കുന്നുണ്ട്, രാധികേച്ചിയുടെ വിവാഹം ആരുമായിട്ടാണ് നടക്കാൻ പോകുന്നതെന്ന്. ഓൾറെഡി രാധികേച്ചിയുടെ വിവാഹം കഴിഞ്ഞതല്ലേ, വരുണേട്ടൻ ചേച്ചിക്ക് താലി കെട്ടിയതല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട്, നീ മര്യാദയ്ക്ക് ഇരുന്നോണം, ആവശ്യമില്ലാത്ത കാര്യമൊന്നും മിണ്ടിപ്പോകരുതെന്നൊക്കെ പറയാണ്. യശോദയും പറയുന്നുണ്ട്, മോൻ ഇങ്ങനത്തെ കാര്യമൊന്നും ആരോടും പറയരുതെന്നൊക്കെ. മുത്തശ്ശി നന്ദൂട്ടനെ വഴക്ക് പറയുന്നുണ്ട്, നീ ഇവിടെ നിന്ന് പൊക്കോണം, നീ ഈ കല്യാണത്തിന് പങ്കെടുക്കുകയേ വേണ്ട എന്നൊക്കെ പറയുന്നു. നന്ദൂട്ടൻ അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ആരോടും ഒരു കാര്യവും പറയത്തില്ല, എന്റെ ചേച്ചിയുടെ കല്യാണം എനിക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് നന്ദൂട്ടൻ രാധികയെ കെട്ടിപ്പിടിക്കുകയാണ്. രാധിക നന്ദൂട്ടനോട് പറയുന്നുണ്ട്, മോനെല്ലാം കണ്ടു നിൽക്കുകയെ ചെയ്യാവൂ, വേറൊന്നും ചെയ്യരുതെന്നൊക്കെ പറയുന്നു. അതേസമയം അവിടേക്ക് വരണം, അതുപോലെ വരന്റെ വീട്ടുകാരും എല്ലാം പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ശേഷം കാണിക്കുന്നത് ജീവനും അമ്മയും കൂട്ടരും എല്ലാം അമ്പലത്തിലേക്ക് വരികയാണ്. നന്ദൂട്ടൻ ജീവനെ മാലയിട്ട് സ്വീകരിക്കുന്നുണ്ട്. ജീവൻ നന്ദൂട്ടനെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഇതാരാണെന്ന്. തിരുമേനി അപ്പോൾ പറയുന്നുണ്ട്, രാധികയുടെ ആങ്ങളെയാണ്, എപ്പോഴും കൂടെ ഉള്ളവനാണെന്നൊക്കെ പറയുന്നു. ജീവൻ അപ്പോൾ നന്ദൂട്ടനോട് പറയുന്നുണ്ട്, ഞാൻ രാധിക ചേച്ചിയെ കൂട്ടിയിട്ട് പോകുമ്പോൾ മോനും വരുന്നോ എന്നൊക്കെ. നന്ദൂട്ടൻ അപ്പോൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അത് കണ്ടിട്ട് തിരുമേനി പറയുന്നുണ്ട്, അവന്റെ ചേച്ചി പോകുന്ന സങ്കടത്തിലാണെന്നൊക്കെ. ജീവനെ സ്വീകരിച്ചുകൊണ്ട് എല്ലാവരും അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. ജീവൻ രാധികയെ കാണുന്നുണ്ട്. ജീവന്റെ കൂട്ടുകാരൻ ജീവനോട് പറയുന്നുണ്ട്, നിന്റെ സെലക്ഷൻ കൊള്ളാമല്ലോ എന്നൊക്കെ. മുത്തശ്ശി യശോദയോട് പറയുന്നുണ്ട്, ഇവൾക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരാനെന്ന് പറയാനെന്ന്. രാധികയാണെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നു. രാധിക അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ജീവനോടെ ഈ അമ്പലത്തിൽ നിന്നും ആരുടെയും കൂടെ പോകേണ്ട അവസ്ഥയുണ്ടാകരുതെന്നൊക്കെ. എനിക്ക് നിന്നിൽ ലയിച്ചു ചേർന്നാൽ മതി, അതെങ്കിലും എനിക്ക് വേണ്ടി ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. തിരുമേനി രാധികയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, താലി പൂജിക്കാൻ പോവുകയാണ്, മോൾ എല്ലാവരെയും അനുഗ്രഹം വാങ്ങാനെന്ന് പറയുന്നു. രാധിക മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങുന്നു. അതിനുശേഷം ജീവന്റെ അമ്മയുടെയും അനുഗ്രഹമൊക്കെ പോയി വാങ്ങുന്നുണ്ട്. തിരുമേനി താലി പൂജിച്ചിട്ട് പറയുന്നുണ്ട്, മുഹൂർത്ത സമയമായി, ചടങ്ങ് തുടങ്ങാമെന്ന്. അച്ഛൻ പറയുന്നത് കേട്ടിട്ട് രാധികയ്ക്ക് ഷോക്ക് ആകുന്നുണ്ട്. രാധികയോട് അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ പറയുന്നു. രാധിക അനുഗ്രഹം വാങ്ങുന്നു. ജീവനും അമ്മയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് താലി കയ്യിൽ വാങ്ങുന്നുണ്ട്. ജീവൻ താലിയുമായിട്ട് രാധികയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. രാധിക കണ്ണ് നിറഞ്ഞു നിൽക്കുകയാണ്. ജീവൻ താലി എടുത്ത് രാധികയുടെ കഴുത്തിലേക്ക് കെട്ടാൻ തുടങ്ങുമ്പോഴേക്കും വരുൺ അമ്പലത്തിന്റെ വാതിലെത്തുകയാണ്. വരുൺ ആ കാഴ്ച കണ്ടുകൊണ്ടാണ് അവിടേക്ക് വരുന്നത്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം. താങ്ക് യു.